ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടേക്ക്. പതിവ് പോലെ ഓർഗൻസ റിബണുമായിട്ട് വീണ്ടും ഞാൻ വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ഹെയർ ബോ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ കുട്ടി കുട്ടി റോസ് ഫ്ലവേഴ്സ് ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഹെയർ ബോ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പതിവ് പ്രേക്ഷകരാണെന്നുണ്ടെങ്കിൽ, അതായത് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. നമ്മളിതിന് മുന്നേയും ഈ ഒരു ഫ്ലവർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 കളറിലാണ് കേട്ടോ ഞാനിവിടെ ആ ഒരു ഫ്ലവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഒന്ന് കോൺ മടക്കി കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റോസ് ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നോക്കിയിട്ട് നിങ്ങളത് ഒന്ന് ഫോളോ ചെയ്യുക, എന്നിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ആദ്യം കാണിച്ചിട്ടുള്ള ടൈപ്പ് റിബൺസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ റിബൺ മാത്രമല്ല ഹെയർ അക്സസറീസ് മേക്ക് ചെയ്യാനുള്ള ബാക്കി പ്രോഡക്റ്റും അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മേക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സും വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് നീറ്റായിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ. നമ്മൾ റിബൺസ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നതാണ് അരി കുരുക്കി കൊടുക്കാൻ മറക്കരുത്. ഒരു ലൈറ്റർ എപ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണേ. അപ്പോൾ അത് നിങ്ങൾ വിട്ടുപോകരുത്. എനിക്കെപ്പോഴും ഒത്തിരിയും വാങ്ങിക്കേണ്ടി വരുന്നത് ലൈറ്റർ തന്നെയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈറ്റർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ക്ഷാമം വരുന്ന ഒരു സാധനവും ലൈറ്റർ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ലീഫും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ലീഫൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മേക്ക് ചെയ്ത് കേട്ടോ. ഒത്തിരിയും വെറൈറ്റി ലീഫുകളൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുറേ പേരും പുതുതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ, നമ്മുടെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്യാവോ ഇത്ത, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇത് നമ്മൾ ഫ്ലവറൊക്കെ കാണിക്കുന്നത് കണ്ടിട്ട് ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്യാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന, ഞാൻ ഹെയർ ബോയൊക്കെ മാത്രമായിട്ട് ഷോർട്ട് വീഡിയോയിൽ കാണിക്കുന്നതും ഒക്കെ ചെയ്യുന്ന, അതായത് ട്യൂട്ടോറിയൽ വീഡിയോസ് ഓൾറെഡി നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ചാനൽ കയറിയിട്ട് വീഡിയോ സെക്ഷനിൽ നോക്കിയാൽ കിട്ടും കേട്ടോ. ഒത്തിരി മോഡൽസ് ഉണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ എണ്ണിപ്പറക്കി വെച്ച് നോക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കറക്റ്റായിട്ട് എത്ര ഫ്ലവർ ഉണ്ട്, ഏത് ഫ്ലവർ സെൻറ്ററിൽ വെക്കണമെന്ന് അറിയാൻ വേണ്ടി എണ്ണി നോക്കിയതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലവർ സെൻറ്ററിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സൈഡും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ മറന്നു പോകണ്ട. ഇതുപോലെയൊക്കെ ചെയ്യുന്ന വർക്കുകളാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു ബോ മൊത്തത്തിൽ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ ഒരു സ്ഥലം കയറിയും ഒരു സ്ഥലം ഇറങ്ങിയൊക്കെ ആയിപ്പോവും. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എത്രയൊക്കെ പഴഞ്ച മോഡലാണ് ഈ ഒരു ഫ്ലവർ എന്ന് പറഞ്ഞാലും, ഈ ഫ്ലവർ പണ്ട് മുതലേ ഉണ്ട്. നിങ്ങൾക്ക് അറിയുമോയെന്ന് അറിയത്തില്ല. പണ്ട് മുതലേ ഈ ഒരു ഫ്ലവർ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ടൈപ്പുള്ള റോസ് ഫ്ലവർ അല്ലേ. അപ്പോൾ അത് എത്ര തന്നെ പഴഞ്ചനായാലും എപ്പോഴും റോസ് ഫ്ലവറിന് ഒരു ജീവനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്രയൊക്കെ വർക്കുകൾ നമ്മൾ അതുകൊണ്ട് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിലും വീണ്ടും കാണുമ്പോൾ ഒരു സന്തോഷം എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടി റോസ് ഫ്ലവേഴ്സ്. പണ്ടൊക്കെ വീടുകളിൽ ഈ മുസ്ലിംസ് കല്യാണത്തിനൊക്കെ മണിയറ ധനിക്കുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. ഇപ്പോഴും ഉണ്ട് കേട്ടോ. പണ്ടൊക്കെയാണ് ഉദ്ദേശിച്ചത്. പണ്ട് ഇതുപോലുള്ള ഫ്ലവേഴ്സ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും പാക്കറ്റിൽ. എന്നിട്ട് ആ ഒരു ഫ്ലവറൊക്കെ വെച്ചിട്ടായിരുന്നു ഇങ്ങനെ റിബൺ വെച്ചിട്ടുള്ള, സാറ്റിൻ റിബൺ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടായിരുന്നു റൂംസൊക്കെ അലങ്കരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കളർ പേപ്പറുകൾ കിട്ടും. ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചായിരുന്നു ഒരു 10-12 വർഷം മുന്നേ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ എല്ലാത്തിനും ട്രെൻഡും കാര്യങ്ങളൊക്കെ മാറി. ഫ്ലവേഴ്സിൽ മോഡൽസിലായാലും ഇപ്പോൾ കൂടുതലും ബലൂൺസും കേർട്ടൻസും ഒക്കെ വെച്ചിട്ടാണല്ലോ അലങ്കരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഫ്ലവർ കാണുമ്പോൾ എപ്പോഴും എനിക്ക് ആ ഒരു പഴയ നെസ്റ്റു ഫീൽ വരും കേട്ടോ. ഇപ്പോൾ എൻ്റെ കല്യാണത്തിനാണെങ്കിലും മണിയറ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഇത് കണക്കത്തെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ഈ ഒരു ഫ്ലവർ കാണുമ്പോൾ ആ ഒരു സംഭവം, അതായത് അന്ന് ആ ഒരു കാലത്തുണ്ടായിരുന്ന ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും കേട്ടോ. അപ്പം നിങ്ങൾക്കും അതുപോലെ ഈ ഒരു ഫ്ലവർ ഓർമ്മയുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ലീഫും ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെയർ ബോ എങ്ങനെയുണ്ട്, കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയൂ. അതുപോലെ തന്നെ ഏതൊക്കെ കളേഴ്സ് വെച്ചിട്ടായിരിക്കും ഭംഗി ഉണ്ടാവുക എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് പിശുക്ക് കാണിക്കുന്നുണ്ട്. ലൈക്ക് ചെയ്യാൻ പിശുക്ക് കാണിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് വലിയൊരു സപ്പോർട്ട് തന്നെയാണ് കേട്ടോ, നിങ്ങളുടെ ഓരോ ലൈക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഹെൽപ്പ് ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കേ. ഓക്കെ, അപ്പോൾ അത് ഇതുപോലെ ഞാൻ ഇതിൽ കാണിച്ചൊരു ഉഗ്ര മണ്ടത്തരം പറഞ്ഞു തരട്ടെ. ലീഫ് എവിടെയാണോ വെക്കേണ്ടത് ആ ഒരു ലീഫ് വെച്ചതിന് ശേഷം അടുത്ത ഫ്ലവർ ഒട്ടിച്ചാൽ മതി കേട്ടോ നിങ്ങൾ. അല്ലാണ്ട് ഫ്ലവേഴ്സ് ഫുൾ ഒട്ടിച്ചതിന് ശേഷം ലീഫ് ഒട്ടിക്കാൻ നിന്നാൽ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്.
എൻ്റെ കൈ 1-2 വട്ടം പൊള്ളിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ വീഡിയോയ്ക്കിടയിൽ ശ്രദ്ധിക്കാണ്ട് ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ച് പോയതാണ്. ലീഫും കൂടി ഒട്ടിച്ചിട്ട് അടുത്ത ഫ്ലവർ ഒട്ടിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ആ ഒരു ലീഫിനെ കവർ ചെയ്ത് ഫ്ലവർ വന്നോളും. അപ്പോൾ ഭംഗിയുണ്ടാവും. അങ്ങനെ ചെയ്യും കേട്ടോ. എന്നെപ്പോലെ ഈ ഒരു മണ്ടത്തരം കാണിക്കരുത്. അപ്പോൾ അത് ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്, രസമുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളാണ് പറയേണ്ടത്. ഞാൻ കുറച്ച് സ്റ്റോൺസും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏതൊരു വർക്കും ചെയ്ത് ലാസ്റ്റ് ആയാലും ഞാനിങ്ങനെ ആലോചിക്കും കേട്ടോ, ഇനി ഇതിലെന്താണ് വീണ്ടും ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പോൾ എനിക്ക് തോന്നി ആ ഒരു റോസ് കളറിൽ ഒരു 1-2 സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാവും എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 ഫ്ലവറിൽ മാത്രമാണ് സ്റ്റോൺ ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 40 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് സെയിൽ ചെയ്യാനും പറ്റും. ട്രൈ ചെയ്ത് നോക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെയിലിനല്ല എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ കുഞ്ഞു വാവയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ.